ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. ക്ലാരി ചെട്ടിയാക്കിണർ ഗവൺമെന്റ് GVHS സ്കൂളിലെ പ്യൂണിനെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ഹൈസ്കൂൾ വിഭാഗം ജീവനക്കാരൻ മെൽബിൻ ആണ് മരിച്ചത്. ടിപ്പറിന്റെ ബോഡി തലയിൽ അടിച്ച് 7 വയസ്സുകാരൻ മരിച്ചു. മമ്പാട് വടപുറത്ത് താമസിക്കുന്ന മട്ടായി നിയാസിന്റെ മകനാണ് മരിച്ചത്. കുട്ടികൾ കളിക്കുന്നതിനിടയിൽ ലോറിയുടെ ബോഡി തലയിൽ അടിച്ചതാണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം. കാറിടിച്ച് കാൽനടയാത്രികനായ വയോധികന് ദാരുണാന്ത്യം. കുണ്ടുകടവ് മാറഞ്ചേരി പാതയിൽ വെച്ചാണ് കാൽനടയാത്രികനായ കരിങ്കല്ലത്താണി സ്വദേശി വേലായുധന് കാറിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വേലായുധനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. SSLC പരീക്ഷ മാർച്ച് 4-ന് ആരംഭിക്കും. ജില്ലയിലെ 41,259 ആൺകുട്ടികളും 38,660 പെൺകുട്ടികളും ഉൾപ്പെടെ ജില്ലയിലെ 4 വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നായി ആകെ 79,925 വിദ്യാർത്ഥികളാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നത്. റബ്ബറിന് താരതമ്യേന മികച്ച വില ലഭിക്കുമ്പോഴും കനത്ത ചൂടിൽ പാൽ ഉൽപാദനം കുറഞ്ഞതോടെ ടാപ്പിംഗ് നിർത്തി മലയോര മേഖല. വരുമാനം നിലച്ച കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവിതം പ്രതിസന്ധിയിലായി. 2019-ലെ പ്രളയത്തിനും ഉരുൾപൊട്ടലിനും ശേഷം റബ്ബർ ഉൽപാദനത്തിൽ വലിയ ഇടിവ് സംഭവിച്ചതായി കർഷകർ പറയുന്നു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അധികാരികളും പലതവണ സന്ദർശിച്ച് നിർമ്മാണത്തിലെ അപാകം ബോധ്യപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും കൊളപ്പുറത്തെ പ്രശ്നത്തിന് പരിഹാരമായില്ല. ദേശീയപാത പുനർനിർമ്മാണത്തിൽ നിർമ്മാണ കമ്പനിയുടെ രൂപകൽപ്പനയിൽ എഞ്ചിനീയർമാർക്ക് തെറ്റുപറ്റിയതിൽ നാട്ടുകാരെന്തിന് സഹിക്കണമെന്നതാണ് സംയുക്ത സമര സമിതിയുടെ നിലപാട്. വളാഞ്ചേരി നഗരത്തിലെ ഗതാഗത കുരുക്കും അപകട മേഖലയായ വട്ടപ്പാറ വളവും ഒഴിവാക്കി തൃശൂർ കോഴിക്കോട് ദേശീയപാതയെ ബന്ധിപ്പിക്കുന്ന കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കാനായി 18.37 കോടി രൂപയുടെ പുതുക്കിയ പദ്ധതിക്ക് ഭരണാനുമതിയായി. തെങ്ങിൽ നിന്ന് വീണ് നട്ടെല്ലിന് പരിക്കേറ്റ അസം സ്വദേശി ഷാജഹാൻ അലിക്കാണ് നാട്ടുകാർ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. 1 വർഷമായിട്ട് ഷാജഹാൻ അലിയുടെ കുടുംബത്തിന്റെയും മുഴുവൻ ചിലവും നാട്ടുകാരാണ് വഹിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങൾ തടയാൻ ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി മലപ്പുറം കളക്ടറേറ്റിലെ യോഗങ്ങളിൽ മധുരമുള്ള ചായയും മധുര പലഹാരങ്ങളും ഒഴിവാക്കാൻ തീരുമാനം. മലപ്പുറം ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ചാണ് നെല്ലിക്ക എന്ന പേരിൽ ജനകീയ ക്യാമ്പയിന് തുടക്കമിട്ടത്. ഫുട്ബോളിലെ കുഞ്ഞു താരങ്ങൾക്ക് നാടിന്റെ അനുമോദനം. മലപ്പുറം വിദ്യാഭ്യാസ ഉപജില്ലാ തലത്തിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായ മൈലപ്പുറം AMLP സ്കൂൾ ടീമിൽ അംഗങ്ങളായ വിദ്യാർത്ഥികളെയാണ് പൂർവ്വ വിദ്യാർത്ഥികളും YFCA കണ്ണത്തുംപാറ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ണത്തുംപാറ ക്ലബ്ബുകൾ ചേർന്ന് അനുമോദിച്ചത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.